ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു സീറ്റ് കൂടി ആവശ്യപ്പെടാനൊരുങ്ങി മുസ്ലിം ലീഗ്. പി.കെ. കുഞ്ഞാലിക്കുട്ടിയെയും ഇ.ടി. മുഹമ്മദ് ബഷീറിനെയും തന്നെ വീണ്ടും പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ധാരണയായി. നിലവിലുള്ള എംപിമാർക്ക് മത്സരിക്കാൻ താൽപര്യമുണ്ടെങ്കിൽ അത് പരിഗണിച്ച് പാർട്ടി തീരുമാനം എടുക്കൂവെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.പി.എ. മജീദ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. കേരള കോൺഗ്രസ് മാണി വിഭാഗം അധിക സീറ്റ് ചോദിച്ച സാഹചര്യത്തിൽ മൂന്നാമതൊരു സീറ്റ് കൂടി ആവശ്യപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ സാന്നിധ്യം പാർലമെന്റിൽ അത്യാവശ്യമാണെന്ന തിരിച്ചറിവിലാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ ലോക്സഭയിലേക്ക് വീണ്ടും ഇ.ടി. പോവട്ടെ എന്ന തീരുമാനത്തിലെത്തി നേതൃത്വം. ലീഗിനെ എതിർക്കുന്ന മുസ്ലിം സംഘടനകളുടെയും മുസ്ലിം അടിത്തറയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഇ.ടിക്ക് കിട്ടുമെന്നും നേതാക്കൾ കണക്കുകൂട്ടുന്നു. വീണ്ടും മത്സരിക്കാൻ പി.കെ. കുഞ്ഞാലിക്കുട്ടി താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കാമെന്നാണ് പൊതുനിലപാട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മത്സരിച്ച ഇപ്പോഴത്തെ ആളുകൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ് അവരുടെ നിലപാട്? അവരെ ഇപ്പം എന്താണ് നിൽക്കണം വേണ്ടേ? അവരെ അഭിപ്രായത്തോടും നിലവിലുള്ളവർക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് കൂടുതൽ അത് പരിഗണിച്ചുകൊണ്ടല്ലേ ബാക്കി തീരുമാനിക്കുള്ളൂ. UDF-ലെ ഉഭയകക്ഷി ചർച്ചയിൽ മൂന്നാമതൊരു സീറ്റ് കൂടി ചോദിക്കാനും തീരുമാനമുണ്ട്. കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലെങ്കിലും മാണി വിഭാഗം അധിക സീറ്റ് ചോദിച്ച സാഹചര്യത്തിൽ നിർബന്ധമായും ചോദിക്കണമെന്ന നിലപാടിലാണ് നേതൃത്വത്തിലുള്ള എല്ലാവരും. ചോദിച്ച് മേടിച്ചില്ല അർഹതപ്പെട്ടത് എന്നൊരു പഴി നേതാക്കൾ കേൾക്കേണ്ടി. അങ്ങനത്തെ ഒരു പഴി ഇത്തവണ ഉണ്ടാവില്ല. ഉറപ്പാണ്. എന്താ സംശയം? ഒരു സീറ്റ് അധികം ചോദിക്കുമെന്നതിനപ്പുറം അത് കിട്ടിയേ തീരൂ എന്ന നിർബന്ധമൊന്നും ലീഗ് പിടിക്കില്ല. കോഴിക്കോട് നിന്ന് റാഹീസ് റഷീദ്, മീഡിയ വൺ.